പ്രായം വെറും 14 വയസ്സ്. തന്റെ ക്ലാസ് ബാറ്റിംഗ് കൊണ്ട് അവൻ തീർക്കുന്നത് വിസ്മയമാണ്. ഇന്ത്യൻ ക്രിക്കറ്റ് ലോകത്തെ മാത്രമല്ല, ലോക ക്രിക്കറ്റിനെ അത്ഭുതപ്പെടുത്തുന്ന പ്രതിഭ. സിക്സർ അടിച്ച് അവൻ നേടിയെടുത്തത് ലോക റെക്കോർഡും. പേര് വൈഭവ് സൂര്യവംശി. വയസ്സിലായിരുന്നു ആഭ്യന്തര ക്രിക്കറ്റിലേക്ക് വൈഭവ് കടക്കുന്നത്. 2 വർഷം കൊണ്ട് ലോക ക്രിക്കറ്റിന്റെ ശ്രദ്ധ നേടുന്ന തരത്തിലേക്ക് യുവതാരം വളർന്നിരിക്കുകയാണ്. ഇപ്പോഴിതാ ഓസ്ട്രേലിയക്കെതിരായ അണ്ടർ 90 ടീമിന്റെ ടെസ്റ്റിൽ 78 പന്തിൽ സെഞ്ചുറി നേടി വൈഭവ് കയ്യടി നേടുന്നു. IPL സെഞ്ചുറി, IPL ഇന്ത്യക്കാരന്റെ വേഗ സെഞ്ചുറി, IPL ചരിത്രത്തിലെ വേഗമേറിയ 2ാമത്തെ സെഞ്ചുറി, ഇംഗ്ലണ്ടിനെതിരെ ഇംഗ്ലണ്ടിൽ ഏകദിന സെഞ്ചുറി, ഓസ്ട്രേലിയയിൽ ടെസ്റ്റ് സെഞ്ചുറി. ഇങ്ങനെ ഇതിനോടകം അത്ഭുതപ്പെടുത്തുന്ന റെക്കോർഡുകളാണ് വൈഭവ് നേടിയെടുത്തിരിക്കുന്നത്. സച്ചിൻ ടെണ്ടുൽക്കറിന് ശേഷം 14 വയസ്സിനുള്ളിൽ വൈഭവിനെ പോലെ ഞെട്ടിച്ച മറ്റൊരു താരവുമില്ലെന്ന് പറയാം. അധികം വൈകാതെ ഇന്ത്യയുടെ സീനിയർ ടീമിലേക്കും വൈഭവിന് വിളി പ്രതീക്ഷിക്കാം. ഇന്ത്യൻ ക്രിക്കറ്റിലെ അത്ഭുത ബാലനായി വൈഭവ് മാറുമ്പോൾ അത് ഒരു ദിവസം കൊണ്ട് സംഭവിച്ച അത്ഭുതമല്ല എന്ന് വേണം പറയാം. അതിനു പിന്നിൽ ഒരുപാട് കഠിനാധ്വാനത്തിന്റെ കഥകളുണ്ട്. വൈഭവ് സൂര്യവംശി എന്ന പേര് ക്രിക്കറ്റ് ലോകത്തിന്റെ ശ്രദ്ധ പിടിച്ചു പറ്റുന്നത് 12ാം വയസ്സിൽ. അണ്ടർ 90 യൂത്ത് ടെസ്റ്റിൽ ഓസ്ട്രേലിയക്കെതിരെ സെഞ്ചുറി നേടിയാണ് 12കാരനായ വൈഭവ് ചരിത്രം രചിച്ചത്. സ്കൂൾ പഠനം നടത്തേണ്ട സമയത്താണ് ക്രിക്കറ്റ് ബാറ്റുമേന്തി ചരിത്രത്തിലേക്ക് ആ പയ്യൻ നടന്നു കയറിയത്. പിന്നീട് പലവട്ടം വൈഭവിന്റെ പേര് വാർത്തകളിൽ ഇടം പിടിച്ചു. എന്നാൽ 2025 IPL ലേലത്തിൽ രാജസ്ഥാൻ റോയൽസ് വൈഭവിന് ഒപ്പം കൂട്ടിയതോടെയാണ് താരം വീണ്ടും വാർത്തകളിൽ നിറയുന്നത്. 1 കോടിക്ക് മുകളിൽ കൊടുത്ത് ഈ 14 വയസ്സുകാരനെ രാജസ്ഥാൻ എന്തിനാണ് ടീമിലെടുത്തതെന്ന് പലരും നെറ്റി ചുളിച്ചുകൊണ്ട് ചോദിച്ചു. അതിനുള്ള മറുപടിയും അവൻ നൽകി. IPL നേരിട്ട ആദ്യ പന്ത് സിക്സർ പറത്തിക്കൊണ്ടായിരുന്നു എല്ലാ സംശയങ്ങൾക്കും അവൻ മറുപടി കൊടുത്തത്. ഗുജറാത്ത് ടൈറ്റൻസിനെതിരെ 35 പന്തിൽ സെഞ്ചുറി നേടിയതോടെ താൻ നിസാരക്കാരനല്ലെന്ന് അടിവരയിട്ട് തെളിയിക്കാൻ വൈഭവിന് സാധിച്ചു. ഇത് 1 സീസൺ വണ്ടർ എന്ന് പലരും പറഞ്ഞപ്പോഴും മറുവശത്ത് വൈഭവ് കത്തിക്കയറി. ലഭിച്ച അവസരങ്ങളെല്ലാം മുതലാക്കി വൈഭവ് കളിക്കുന്നിടത്തെല്ലാം തന്റേതായ അടയാളപ്പെടുത്തൽ സൃഷ്ടിക്കുകയാണ്. മനീഷ് ഓജെ എന്ന പരിശീലകന് കീഴിലാണ് വൈഭവിന്റെ വളർച്ച. 9ാം വയസ്സിലാണ് മനീഷിന്റെ അടുത്തേക്ക് വൈഭവ് എത്തുന്നത്. വൈഭവ് നിത്യവും 100 കിലോമീറ്റർ ദൂരം യാത്ര ചെയ്താണ് പരിശീലനത്തിനായി തന്റെ അടുത്ത് എത്തിയിരുന്നതെന്നാണ് മനീഷ് പറയുന്നത്. ഒരു ദിവസം പോലും മുടക്കം വരാതെ അവൻ പരിശീലനത്തിനെത്തിയിരുന്നു. 7:30 ആരംഭിക്കുന്ന പരിശീലനം വൈകുന്നേരം വരെ തുടരുന്ന അവനെ കണ്ട് പലവട്ടം അത്ഭുതപ്പെട്ടിട്ടുണ്ടെന്ന് പരിശീലകനടക്കം തുറന്നു സമ്മതിക്കുന്നു. 4 വർഷത്തിലേറെ അവൻ ഈ പതിവ് തെറ്റിച്ചിട്ടില്ല. ക്രിക്കറ്റിനെ അത്രത്തോളം സ്നേഹിക്കുകയും ക്രിക്കറ്റ് താരമാവുക എന്ന ലക്ഷ്യത്തെ അത്രത്തോളം നെഞ്ചിലേറ്റുകയും ചെയ്താണ് വൈഭവ് ഓരോ ദിവസവും മുന്നോട്ട് പോയത്. വൈഭവിനായി അമ്മ രാവിലെ 4 മണിക്ക് എണീക്കുകയും ഭക്ഷണം തയ്യാറാക്കി കൊടുക്കുകയും ചെയ്തിരുന്നു. അതുമായിട്ടാണ് അവൻ അച്ഛനൊപ്പം പരിശീലന ക്യാമ്പിലെത്തിയിരുന്നത്. അവന്റെ മാതാപിതാക്കൾ നൽകിയ വലിയ പിന്തുണയും അവരുടെ പ്രോത്സാഹനവുമാണ് ഇന്നത്തെ നിലയിലേക്ക് വൈഭവിനെ വളർത്തിയത് എന്നാണ് പരിശീലകൻ പറയുന്നത്. വൈഭവിനെ ക്രിക്കറ്റ് താരമാക്കാനായി കുടുംബത്തിന്റെ വരുമാന മാർഗമായിരുന്ന കൃഷിസ്ഥലമടക്കം പിതാവ് വിറ്റിരുന്നു. അത്രത്തോളം തന്റെ ആഗ്രഹത്തിനൊപ്പം മാതാപിതാക്കൾ ചേർന്ന് നിൽക്കുമ്പോൾ വൈഭവിനെ എങ്ങനെ സൂപ്പർ താരമായി മാറാതിരിക്കാനാകും? യൂത്ത് ക്രിക്കറ്റിൽ ചരിത്രമെഴുതി താരം മുന്നോട്ട് പോകുമ്പോൾ ഇനി വലിയ അവസരങ്ങളാണ് താരത്തെ കാത്തിരിക്കുന്നത്. സിക്സർ വേട്ടയിൽ പുതിയ റെക്കോർഡ് പോലെ സൂര്യവംശി ഇനിയും കത്തിക്കയറും. അതങ്ങ് ഇന്ത്യൻ ടീം വരെ എത്തും. അതിനായുള്ള കാത്തിരിപ്പിലാണ് ആരാധകർ.